കിഴക്കുണരം ബഷീൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുധീഷ് ഒരു നടനായിട്ടാണ് ഈ ചെന്നൈയിൽ നടനാകാൻ വേണ്ടി വന്ന ഒരാളാണ്. ഏതോ ആദ്യകാലങ്ങളിൽ ചില സിനിമകളൊക്കെ നിർമ്മിക്കാനൊക്കെ കൂടൊക്കെ നിന്ന ഒരാളോടാണ്. ടി.വി. ചന്ദ്രൻ്റെയൊക്കെ സിനിമകളിലുമൊക്കെ ആ കാലത്തെ സീരിയസ് സിനിമകളോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരാളാണ് സുധീഷ്. അതുകൊണ്ട് തന്നെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ സുധീഷ് കിഴക്കുണരം ബഷീലൊരു വേഷം ചെയ്തിരുന്നു. അപ്പം അതിൽ ലാലേട്ടനുമായിട്ടുള്ളൊരു ആക്ഷൻ സീക്വൻസിൽ ത്യാഗരാജൻ മാഷാണ്. അപ്പം സംഘട്ടനം ത്യാഗരാജൻ എന്നൊക്കെ ഇങ്ങനെ ചെറിയ പ്രായത്തിൽ തൊട്ടേ ദീപ തിയേറ്ററിലെ ഈ കുട്ടിയായിരിക്കുന്ന സമയത്ത് തിരുവല്ല ദീപ തിയേറ്ററിലെ സിനിമ കാണുമ്പം സംവിധാനം കുഞ്ചാക്കോയും സംഘട്ടനം ത്യാഗരാജനും ഈ രണ്ട് പേരാണ് നമ്മുടെ കുട്ടിക്കാലം തൊട്ടേ മനസ്സിൽ ഭയങ്കര മായാതെ കിടക്കുന്ന രണ്ട് പേരുകളാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തിനെ നേരിട്ട് പരിചയപ്പെടുന്നതും ഒക്കെ ഈ കിഴക്കുണരം ബഷീറുടെ എനിക്ക് കൂടുതൽ അവസരം ഉണ്ടാവുകയുണ്ട്. അപ്പം അതിൽ സുധീഷ് ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ഇങ്ങനെ ജമ്പ് ചെയ്യുന്നത്, അപ്പം ഇതിനിങ്ങനെ ഹുക്കൊക്കെ ഇട്ട് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഹാങ് ചെയ്തിട്ടാണ് ഇത് ചാടേണ്ടത്. ശരിക്കും അത് ഡ്യൂപ്പ് ഷോട്ടുകളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു വലിയ ആർട്ടിസ്റ്റുകൾ അല്ലാത്തതുകൊണ്ടായിരിക്കാം സുധീഷിനങ്ങനെ ഡൂപ്പൊന്നുമില്ല, സുധീഷ് തന്നെ ചാടേണ്ടി വരും. അപ്പം സുധീഷാണെങ്കിൽ ഒരു പാവം പിടിച്ച മനുഷ്യനാണ്, അങ്ങനെ ഒരു വലിയൊരു റിസ്ക്കൊന്നും ഏറ്റെടുക്കുന്ന ഒരാളൊന്നുമില്ല. പക്ഷേ സുധീഷിനെ ഒരു ധൈര്യമൊക്കെ കൊടുത്ത് സുധീഷിനെ കൊണ്ട് ഈ ബെൽറ്റ് ഇട്ട് ചാടിച്ച്, പക്ഷേ ഇത് റോപ്പ് പൊട്ടി ഇയാൾ താഴെ വീഴുകയും ഭയങ്കരമായ വലിയൊരു അപകടത്തിൽ നിന്ന് ശരിക്കും ഒന്നും സംഭവിച്ചില്ല, പക്ഷേ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഒരു വലിയ ബാക്ക് പെയിനും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ തുടർച്ചയായിട്ടൊക്കെ ഉണ്ടാകുന്നതൊക്കെയാണ്. അപ്പോൾ പലപ്പോഴും ഈ സിനിമയുടെ ഈ ഇത്തരം സംഘടന രംഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് റിസ്കുകൾ നിറഞ്ഞതാണ്. പലപ്പോഴും നമ്മൾ അത് സിനിമയായിട്ട് കാണുമ്പോൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് റോപ്പുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ എറൈസ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഡിജിറ്റൽ സങ്കേതങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് കുറേ കൂടെ ഈസിയാണ്. ആ കാലത്ത് അതൊക്കെ കുറച്ചുകൂടെ പ്രാകൃതമായ രീതിയിലാണ് അതിനെ സമീപിച്ചിരുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള റിസ്കുകളും കൂടുതലുണ്ടായിട്ടുണ്ട്. അപ്പം കിഴക്കുണരം ബഷീൽ അതിൻ്റെ ഷൂട്ട്, ഒപ്പം തന്നെ അതിൻ്റെ എഡിറ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ ഇപ്പോഴും വളരെ എന്നുവെച്ചാൽ ഒരുപാട് മനോഹരമായ. അപ്പോൾ ഞാൻ നേരത്തെ ഈ കോന്നിയൂർ ബാസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നോടൊപ്പം വേണിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റ് പകർത്തിയായിരുന്നു. ബാസേട്ടൻ ബാലചന്ദ്രമേനോൻ്റെയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നതാണ്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് പറയുന്ന അഹത്തിൻ്റെ പാട്ടുകളൊക്കെ എഴുതിയ ഒരാളാണ് അദ്ദേഹവും. ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ കാര്യം. അപ്പം അങ്ങനെ സിനിമയിൽ വ്യത്യസ്തമായ മേഖലകളിൽ വലിയ കയ്യൊപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പോലും തുടർന്ന് അത് ജീവിതത്തിനെ ഗുണകരമായി ബാധിക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ ഉയർച്ചകളിലേക്കൊക്കെ എത്താതെ പോയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഉയരങ്ങളിലെത്തുന്നവരെയാണ് നമ്മൾ കൂടുതൽ കാണുക. കോന്നിയൂർ ഭാസ് എന്ന് പറയുന്ന ഒരു കവി, അദ്ദേഹം ധാരാളം പാട്ടുകൾ, വളരെ പ്രശസ്തമായ പാട്ടുകൾ, ഒരുപാട് ഹിറ്റായ പാട്ടുകൾ, ഒരു 3-4 പാട്ടുകളെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹിറ്റായിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ രംഗത്ത് കൂടുതലായിട്ടൊരു വളർച്ചയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇത് സിനിമയിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. ധാരാളം ആൾക്കാർ അവരുടെ ഒരു ജീവിതം മുഴുവൻ സിനിമയിലേക്ക് മാറ്റിവെക്കുമ്പോഴും അർഹിക്കുന്ന തലത്തിലേക്ക് എത്താതെ പോകുന്നു എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ സിനിമാ മേഖലയിൽ തന്നെയാണ്. സിനിമകൾ മാറി പോകുന്നു. ഒരു 23 വയസ്സിൽ തുടങ്ങിയ ഈ സിനിമാ ജീവിതം അങ്ങനെ ഒരു 5-6 വർഷമാകുന്നു. അപ്പം പലപ്പോഴും എൻ്റെ അടുത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ദിവസം മദ്രാസ് വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ക്യാമറാമാൻ വേണുവും പത്മരാജൻ സാറും കൂടി ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ കയറിച്ചിട്ടും എൻ്റെ അടുത്ത് വെച്ച്, നിൻ്റെ കല്യാണമൊക്കെ എന്തായി എന്നൊക്കെ. ഞാൻ പറഞ്ഞു, കല്യാണം ഒന്നും അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതെന്താ, കല്യാണം കഴിക്കാനുള്ള പ്രായമായില്ലേ?
അപ്പം ഞാൻ ഒരു സിനിമയൊക്കെ ചെയ്തിട്ട് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കല്യാണം കഴിക്കുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഒരു വളരെ ലേറ്റായിട്ട് വളരെ പ്രായം ചെന്നതിന് ശേഷം കല്യാണം കഴിച്ച ഒരു തിരക്കഥാകൃത്തിൻ്റെ കാര്യം പേര് പറഞ്ഞിട്ടിങ്ങനെ പറഞ്ഞു. ഈ എല്ലാ സമൃദ്ധികളും സൗഭാഗ്യങ്ങളും ഒക്കെ സംവിധാനമൊക്കെ ആയിട്ട് വീടും ഫ്ലാറ്റും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഈ ഷോക്കേസിൽ വെക്കാനുള്ള ഒരു പ്രോപ്പർട്ടി അല്ല ഭാര്യ. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരിക്കുമ്പം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, മാനസികം സാമ്പത്തികമായിട്ടൊക്കെയുള്ള ഈ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി ഒരാൾ കൂടെ വരുമ്പോഴല്ലേ പിന്നീട് ഒരു വലിയ ഒരാളാകുമ്പോൾ അതിലൊക്കെ രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പേരെടുത്ത് പറഞ്ഞു കൊടുക്കാറുള്ളൊരു കാര്യമാണ്, ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു സമൃദ്ധി സമ്പത്തൊക്കെ ഉണ്ടായിട്ട് ചെയ്യാവുന്നൊരു കാര്യമല്ല, നമ്മളുടെ അതോടൊപ്പം കൂടുതൽ ഷെയർ ചെയ്യപ്പെടേണ്ട ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊരു പാർട്ട്ണറെ കണ്ടെത്തേണ്ടത് എന്നുള്ളത്. അത് ഞാൻ എപ്പോഴും ഓർത്ത് പലരോടും ഞാൻ സാറ് പറഞ്ഞിട്ടുള്ള ഈ കാര്യം, സാറിൻ്റെ ഈ വാക്കുകൾ ഞാൻ എൻ്റെ അസിസ്റ്റൻസിനോടും അല്ലാതെ സിനിമ ഇൻഡസ്ട്രിയിലുള്ള പലരോടും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറിനൊരു വിവാഹത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു സെൻട്രൽ ട്രാവൻകൂറിലെ മധ്യ തിരുവിതാംകൂറിലെ ഒരു സാധാരണ ഒരു ഇടത്തരം ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്ന്, കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു അസന്മാർഗിക ആയ ഇടങ്ങളുടെ ഒരു കൂത്തരങ്ങാണ് എന്ന് അറിയാതെ അല്ലെങ്കിൽ കള്ളും കഞ്ചാവും സ്ത്രീ വിഷയങ്ങളും ഒക്കെ നിറഞ്ഞതാണ് എന്നുള്ളൊരു പഴയകാല ചിന്തകൾ വളരെ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുകയും അല്ലെങ്കിൽ ഒപ്പം തന്നെ ഒരു സ്ഥിരമായൊരു ജോലി, വരുമാനം, ഇതൊന്നും നമുക്കും അവകാശപ്പെടാനില്ലാത്തൊരു സമയത്ത് ഒരു സിനിമയിലൊരു ഒന്നും ആകാത്തൊരു അസിസ്റ്റൻ്റ് ഡയറക്ടറിനൊരു വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ഏറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. ആ സമയത്താണ് പല ആലോചനകൾക്ക് ശേഷം ഞാൻ ഒരു വിവാഹത്തിലേക്ക് ഒക്കെ എത്തുന്നത്. അപ്പം ഞാനൊരു ബാംഗ്ലൂരിൽ ഒരു ജോലി ചെയ്യുന്നൊരു കുട്ടിയാണ് എൻ്റെ സഹോദരി മുഖേന ഞാൻ കാണുന്നത്. അപ്പം ഭാഗ്യത്തിന് ഒരു മിലിറ്ററി സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്ന അമ്മായിയച്ഛനും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് ഈ സിനിമ എന്ന് പറയുന്നതിനെക്കുറിച്ച് കൃത്യമായ വലിയ ധാരണകളില്ല. അവർ ഏതെങ്കിലും ഹിന്ദി സിനിമകളൊക്കെ ബാംഗ്ലൂരിലെ ലീഡോ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളതല്ലാതെ അങ്ങനെ ഒരു മലയാള ഫിലിം ഇൻഡസ്ട്രിയെക്കുറിച്ചും അങ്ങനെയൊന്നും ധാരണയില്ല. പക്ഷേ അത് എൻ്റെ ഫാമിലി, എൻ്റെ വീടിനോട് അടുത്തൊക്കെ ഉള്ളൊരു സ്ഥലത്ത് തന്നെയാണ് അവരുടെ വീട്, കവിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ മറ്റു ചുറ്റുപാടുകളൊക്കെ അവർക്ക് ഓക്കെ ആയിരുന്നു. അപ്പം ഞാൻ സിനിമയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ വിവാഹത്തിന് മുമ്പ് പറയാൻ ശ്രമിച്ചു. പക്ഷേ പിന്നീട് അവർ പറഞ്ഞത് അന്ന് പറഞ്ഞതൊന്നും അവർ കേട്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെണ്ണുകാണലിൻ്റെ ഒരു വെപ്രാളത്തിൽ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് ഞാൻ വിവാഹത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഞാൻ ആയിരപ്പറ എന്ന സിനിമ, മമ്മൂക്കായുടെ അഭിനയിക്കുന്ന ആയിരപ്പറ എന്ന സിനിമ കുട്ടനാട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഉർവശിയും ഒക്കെ ആയിട്ട് അത്താഴപ്പട്ടിണിക്കാരുണ്ടോ എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സീക്വൻസൊക്കെ ഉള്ളൊരു സിനിമ കാവാലത്തും അതിൻ്റെ ചുറ്റുപാടുകളിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ, നരേന്ദ്രപ്രസാദ് സാറിനെയൊക്കെ അടുത്ത് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു സിനിമയാണ് ആയിരപ്പറ എന്ന് പറയുന്നത്. ആയിരപ്പറയിൽ ഒരു കാലഘട്ടത്തിനെ, കുറച്ച് പഴയ കാലഘട്ടത്തിനെ റിക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ സിനിമയുടെ ഏറ്റവും വലിയ ചലഞ്ചായിട്ടുള്ളത്. കാവലം നാരായണ പണിക്കർ സാറുടെ ഒരു കുടുംബ വീട്ടിലാണ് അതിൻ്റെ മുഖ്യമായ സീനുകളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അന്നൊക്കെ ഒരു വള്ളത്തിലാണ് ഈ ഇടങ്ങളിലോട്ടൊക്കെ, ലൊക്കേഷനിലോട്ട് ഒരു സ്ഥലത്ത് നെടുമുടിയിലുമൊക്കെ വന്ന് ഇറങ്ങിയിട്ട് ബോട്ടിലും വള്ളത്തിലും ഒക്കെ ആയിട്ടാണ് നമ്മുടെ സാധനങ്ങളൊക്കെ ആയിട്ട് പോയിരുന്നത്. പക്ഷേ ഇന്ന് ആ ഇടങ്ങളിലൊക്കെ വണ്ടികൾ, ആ വീടിൻ്റെയൊക്കെ മുറ്റം വരെ വണ്ടികൾ ചെല്ലുന്ന തരത്തിലേക്ക് നാട് മാറി, കുട്ടനാട് മാറി എന്നുള്ള ഒരു വലിയൊരു യാഥാർത്ഥ്യം കൂടിയാണ്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. 90കളിലെ ഒരു വലിയ
സിനിമകളിൽ പെടുന്നതാണ്. ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു മാക് ഫിലിംസിൻ്റെ ആയിരപ്പറ എന്ന സിനിമ. പ്രത്യേകിച്ച് മോഹൻലാൽ സിനിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന വേണുനാഗവള്ളി എന്ന സംവിധായകൻ്റെ സുകുമാദേവി, എയ്യോട്ടോ, ലാൽ സലാം എന്ന് പറയുന്ന മോഹൻലാൽ വേണുനാഗവള്ളി ഒരു കോംബോയിൽ നിന്ന് വ്യത്യസ്തമായി മമ്മൂട്ടി വേണുനാഗവള്ളിയുടെ സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു പ്രത്യേകത തന്നെയായിരുന്നു. അപ്പം ഈ കുട്ടനാട്ടിൽ അക്കാലത്തൊക്കെ എന്ന് പറയുന്നത് 90കളിൽ എന്ന് പറയുമ്പം കുട്ടനാട്ടിൽ വളരെ ഷൂട്ടിങ് വളരെ കുറവായി നടക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് തന്നെ മമ്മൂട്ടി ഷൂട്ടിങ്ങിന് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആ പ്രദേശം മുഴുവൻ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞ് നിൽക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോലെയുള്ള ഇതുണ്ട്. അപ്പം പലപ്പോഴും ഈ ആൾക്കാരുടെ ബഹളവും കമൻറ്റും കാര്യങ്ങളൊക്കെ മമ്മൂക്ക പലപ്പോഴും ആ സമയത്ത് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആകുന്നതായിട്ട് കാണാമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പ്രൈവറ്റ് ലൈഫ് അല്ലെന്നുണ്ടെങ്കിൽ ഷൂട്ടിങ് ചെയ്യാനായിട്ടുള്ളൊരു സ്വസ്ഥത കിട്ടാത്ത തരത്തിലുള്ള ആൾക്കാർ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ അത് സെറ്റിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ബാധിക്കുമായിരുന്നു. അപ്പം ആ സിനിമയിൽ ഞാൻ അസോസിയേറ്റായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആർട്ടിസ്റ്റുകളായിട്ടൊക്കെ നമുക്ക് അടുത്ത് ഇടപഴകേണ്ടി വരുന്നുണ്ട്. അപ്പം ഈ ഒരു അറിഞ്ഞോ അറിയാതെ ഒരു വലിയൊരു ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിനെ വെച്ച് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കരമായ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. വെച്ചാൽ ആൾക്കാരുടെ ബഹളം കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ മനസ്സിനെ ഒരുക്കിയെടുക്കുക എന്ന് പറയുന്നതും വലിയൊരു പ്രയാസം ഏറിയ കാര്യമായിരുന്നു. അപ്പോൾ കുട്ടനാട്ടിൽ ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് പെട്ടെന്ന് എൻ്റെ കൃത്യമായ കാര്യം ഞാൻ ഓർക്കുന്നില്ല. വേണുചേട്ടനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷൻ്റെ ഒരാളാണ്. പെട്ടെന്ന് പ്രയാസം വരികയും പെട്ടെന്ന് ദേഷ്യം വരികയും വളരെ ആ ശാന്തതയ്ക്കൊക്കെ ഉള്ള എക്സ്ട്രീംസാണ് പലപ്പോഴും ചേട്ടൻ്റെ. അപ്പോൾ ഇങ്ങനെ ഈ നഖം ഇങ്ങനെ കടിച്ച് ചിലപ്പോൾ ദേഷ്യങ്ങൾ തീർക്കുകയും ഇങ്ങനെ മുടി ഇങ്ങനെ പിഴുതെറിയും പറയും. ഓരോ ദേഷ്യത്തിനും ഓരോ മുടി ഇങ്ങനെ പിഴുത് പറ്റുമെന്ന്. അപ്പോൾ ഈ മഹത്വം അല്ലെങ്കിൽ പ്രകടമായ ശാന്തതയ്ക്കപ്പുറമായിട്ടുള്ള വലിയൊരു ക്ഷോഭത്തിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഒരു വലിയൊരു ഇമോഷണലി ഒരു വലിയൊരു വേലിയേറ്റം ഉണ്ടാകുന്ന ഒരാളാണ്. അത് നമുക്ക് വളരെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കോ വേണിച്ചെന്നാൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് തിരിച്ച് തെറ്റിനെ സ്വയം തിരുത്താനായിട്ടൊക്കെ വളരെ ഏതറ്റം വരെയും താഴേക്ക് ഇറങ്ങാൻ സാധിക്കുന്നവരാണ്. അവിടെ ഒരു സന്ധ്യസമയത്ത് ഒരു ഷൂട്ടിൻ്റെ സമയത്ത് എനിക്ക് കൃത്യമായ അതിൻ്റെ കാരണത്തിനെക്കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. മമ്മൂക്കായും വേണുചേട്ടനുമായിട്ട് ഭയങ്കരമായ ഒരു അഭിപ്രായ വ്യത്യാസവും ഒരു വഴക്ക് പോലെ അത് ഉണ്ടാവുകയും ഷൂട്ടിങ് നിർത്തി ആ സന്ധ്യയ്ക്ക് ഷൂട്ടിങ് നിർത്തി വെക്കേണ്ടി വരികയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായി മറ്റുള്ളവരിലേക്ക് അതിൻ്റെ കാര്യകാരണങ്ങൾ അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പം നമുക്കൊക്കെ ഇത് ഷൂട്ടിങ് അന്ന് വൈകുന്നേരം ഷൂട്ടിംഗ് ഇല്ല എന്ന് മാത്രമാണ് നമുക്കതിൽ കൂടുതൽ അറിയുന്നത്. അപ്പം വേണുചേട്ടൻ ഭയങ്കരമായ ഒരു വേണുചേട്ടൻ്റെ മുഖത്ത് തന്നെ ആ പിരിമുറുക്കങ്ങളെല്ലാം അറിയാം. നമുക്ക് അവിടുന്ന് പോവുകയും ചെയ്തു. അപ്പം നമ്മൾ മറ്റുള്ളവർ പറയാൻ തുടങ്ങി ഒരു കോമ്പിനേഷനിലുണ്ടായ വ്യത്യാസം കൊണ്ടാണെന്നൊക്കെ പറയുന്ന പല കമൻറ്റുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ. പക്ഷേ പിറ്റേ ദിവസം കാലത്ത് വരുമ്പോൾ വേണുചേട്ടൻ മമ്മൂക്കായുമായിട്ട് ഒരു വലിയൊരു അതിന് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഒരു സൗഹൃദത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അല്ലെങ്കിൽ ആ ഒരു രാത്രി കൊണ്ട് അവർ തമ്മിലുള്ള തെറ്റിദ്ധാരണകളും പിണക്കങ്ങളും ഒക്കെ വലിയൊരു ഇണക്കങ്ങളായിട്ട് മാറാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഈ വൈകാരികമായി അതിനെ കാണുകയും അതിനേക്കാൾ കൂടുതലായി അതിനെ മനസ്സിലാക്കി ഈ ആൾക്കാരോട് പെരുമാറാനും സ്നേഹിക്കാനും ഒക്കെ കഴിയുന്ന ഒരു വലിയൊരു വ്യക്തിത്വമായിരുന്നു വേണുചേട്ടൻ്റെ. 1993 എൻ്റെ വിവാഹം. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ് ഈ വേണുചേട്ടൻ്റെ വേണുനാഗവള്ളിയുടെ കളിപ്പാട്ടം എന്ന സിനിമയുടെ ഷൂട്ടിങ് ഊട്ടിയിൽ നടക്കുന്നത്. അപ്പം ഭാര്യ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്.
കളിപ്പാട്ടത്തിൽ വീണ്ടും മോഹൻലാൽ, ഊർവശി, ഈ ദീപ്തി എന്ന് പറയുന്ന ഒരു കുട്ടി ഒക്കെ അടങ്ങുന്ന ഏതാണ്ടൊരു കളിപ്പാട്ടം എന്ന് പറയുന്ന കിലുക്ക എന്നൊരു സിനിമയുടെ ഒക്കെ ഒരു പശ്ചാത്തലം, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലൊക്കേഷനുകളും ഒക്കെ അതുപോലൊക്കെ തന്നെ വരുന്ന, അല്ലെങ്കിൽ കിലുക്കത്തിൻ്റെ ഒരു തുടർച്ചയൊക്കെ പല കിലുക്കം വേണുനാഗവള്ളിയുടെ ഒരു സ്ക്രിപ്റ്റിലാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു തുടർച്ച പോലെയാണ്. അപ്പം നമ്മൾ പറയുന്നുണ്ട് ഈ കിലുക്കത്തിൻ്റെ അകത്തെ ഈ റെയിൽവേ ട്രാക്കിൽ കാണുന്ന റെയിൽവേ വേലികളുണ്ടല്ലോ, ഈ വെള്ള ഇത് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രിയൻചേട്ടൻ്റെ സിനിമകളുടെ ഒരു പ്രത്യേകതയായിട്ടല്ലെന്നുണ്ടെങ്കിൽ ഈ കിലുക്കത്തിൻ്റെ അകത്തെ ഉള്ളൊരു ഈ ഫെൻസിങ്ങിനെ കുറിച്ച് പലപ്പോഴും അങ്ങനെ പിന്നീടുണ്ടായിട്ടുള്ള പല സിനിമകളിലും ഈ ഒരു വെള്ള ഫെൻസിങ് വളരെ പ്രധാനമായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കളിപ്പാട്ടത്തിലും അത്തരം ഫെൻസിങ് ഉൾപ്പെടെയുള്ള കൃഷ്ണൻകുട്ടിയാണ് അതിൻ്റെയും ഡയറക്ടറായിരുന്നു ഉള്ള ഒരു ഐ തിങ്ക് ഫേണിൽ പാലസിലാണ് തോന്നുന്നു അതിൻ്റെ ഒരു ഷൂട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം കുട്ടിയുടെ ഒരു തണുപ്പ് ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ട്, അപ്പം എൻ്റെ മനസ്സിൽ ഞാനൊരു വിവാഹത്തിന് ശേഷമുണ്ടായ ഒരു മാറി നിൽക്കുന്ന ഒരു ഷൂട്ട്, ആദ്യത്തെ ഷൂട്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അന്ന് ഈ നമുക്ക് മൊബൈൽ ഫോണില്ല ഒരു കാലഘട്ടമാണ്. അപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ STD വിളിക്കണം. അപ്പം ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് രാത്രി അന്നേരം ഷൂട്ടിങ് കഴിയുമ്പം വളരെ തണുപ്പുള്ള രാത്രികളിൽ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഈ ഒരു STD ബൂത്തിൻ്റെ വെളിയിൽ ഇങ്ങനെ ക്യൂ നിൽക്കണം. അപ്പം എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഒരു STD ബൂത്തിൽ കൂടെ ആയതുകൊണ്ട്, ഫോണിൽ കൂടെ ആയതുകൊണ്ട് തന്നെ ധാരാളം STD ബൂത്തുകൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടമാണ്. അപ്പം തന്നെ ഇതിന് പുറത്ത് നമ്മളിങ്ങനെ ക്യൂ നിന്നിട്ട് വേണം അപ്പം മുന്നിൽ വിളിക്കുന്നവൻ്റെ ഓരോ ഡയലോഗുകളും നമ്മുടെ ടെൻഷൻ കൂട്ടുക. കാരണം ഇവൻ എപ്പോഴാണ് ഇത് തീർക്കുന്നത്. അവൻ വളരെ സന്തോഷമായിട്ട് വർത്തമാനം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുമോ ഇന്നൊന്നും ഇവൻ ഇത് വെച്ചുകൊണ്ട് പോകത്തില്ല. അപ്പോൾ ഇവൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വീട്ടിലോട്ടാണോ കാമുകിയോടാണോ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഈ ഡ്യൂറേഷനെ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തില്ല. കാരണം ഇവൻ നിർത്തിയിട്ട് പോയിട്ട് വേണം നമുക്ക് വിളിക്കാൻ. നമ്മൾ ഫോൺ ചെയ്ത് വിവരങ്ങൾ അന്വേഷിച്ചിട്ട് വേണം. പ്രത്യേകിച്ച് ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു കാലഘട്ടം ആയതുകൊണ്ട് എല്ലാ ദിവസവും വിളിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു കാത്തിരുന്ന് ഫോൺ വിളിക്കുന്ന ഒരു ഫോൺ വിളിയുടെ ഒരു വലിയൊരു കാലഘട്ടമാണ് ഈ STD ബൂത്തിൽ രാത്രി കാലങ്ങളിൽ ഇരുന്ന് വെയിറ്റ് ചെയ്തിരുന്ന് ഫോൺ വിളിച്ചിരുന്ന ഒരു കാലം. അപ്പം അതേ സമയത്ത് തന്നെ ഒരു സമയം പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ അവർക്കും അതുപോലെ ഒരു പുറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നവരാണ്. ഒരു ഫോണിന് അടുത്ത് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു അറിയാതെ ഒരു വലിയൊരു കാൽപ്പനികമായ ഒരു അന്തരീക്ഷം ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയ്ക്ക് നടത്താറുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് എൻ്റെ കൂടെ ആ സിനിമയിലും സുധീഷ് എന്നോടൊപ്പം ഞങ്ങൾ അസോസിയേറ്റായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യപ്പോൾ സുധീഷിന് ഒരു വലിയൊരു ശീലം ഉണ്ടായെന്ന് പറഞ്ഞാൽ രാവിലെ കുളിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ അധികം ഇല്ലൻറ്റുകൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇല്ലൻറ്റുകളിൽ ഇങ്ങനെ സുഹൃത്തുക്കൾക്കെല്ലാം കത്തെഴുതുന്നൊരു ശീലമാണ്. അപ്പം ഞാനിത് പറയാൻ കാരണം ഒരു പോയ കാലം എന്ന് പറഞ്ഞാൽ എത്രത്തോളം മാറ്റം, ആ കാലത്തിൽ നിന്ന് എന്ത് മാറ്റങ്ങളാണ് ഈ വാട്സാപ്പിലും ഫേസ്ബുക്കുകളിലും ഒക്കെ കൂടെ നമ്മൾ അനുഭവിച്ച്. ഈ 93 എന്ന് പറയുന്ന ഒരുപാട് ദൂരെയൊന്നുമല്ല എങ്കിൽ പോലും സുധീഷിന് ഈ എഴുതുന്ന വളരെ വടിവത്ത നല്ലൊരു സ്റ്റൈലായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ചിത്രം വരയ്ക്കുന്നതിൻ്റെ തൊട്ടാണ് അദ്ദേഹം എഴുത്തെഴുതുന്നത്. അപ്പോൾ എഴുത്തെഴുതി ഇങ്ങനെ ഒരു ദിവസം ഒരു 5 എഴുത്ത്, അതായത് രാവിലെ റെഡിയായി ഈ ലൊക്കേഷനിലോട്ട് പോകുന്നതിന് മുമ്പ് ലോബിയിൽ വണ്ടിക്കായിട്ട് എല്ലാവരും ഇറങ്ങാനായിട്ട് കാത്തിരിക്കുന്നൊരു സമയമുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ റൈറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക്, വീട്ടിലേക്ക്, മറ്റാൾക്കാർക്ക് എല്ലാം ഇങ്ങനെ മിനിമം ഒരു 5 എഴുത്ത് ഒരു ദിവസം രാവിലത്തെ ഒരു അരമണിക്കൂറിനുള്ളിൽ എഴുതും. ഇതൊരു വലിയൊരു ശീലമാണ്. പക്ഷേ എനിക്കതൊരു അന്നും വളരെ രസകരമായൊരു കാര്യം തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനും അങ്ങനെ സാവകാശം അത് കണ്ടിട്ട് എഴുതാൻ തുടങ്ങി. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ഭാര്യ ഇപ്പോഴും എൻ്റേതായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ എഴുത്തുകളാണ്. അപ്പോൾ എഴുത്തുകളിലൂടെ ഇങ്ങനെ നമ്മളുടെ ഇവിടുത്തെ വിശേഷങ്ങളെ, കാര്യങ്ങളെ, അന്വേഷണങ്ങളെ വൈകിട്ട് പാക്കപ്പ് കഴിഞ്ഞ് നമ്മൾ
റൂമിൽ വരുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് നമുക്ക് എഴുത്തുണ്ടോ എന്നുള്ളതാണ്, കത്തുണ്ടോ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വിദൂരമായിരുന്ന ഒരു അറിവുകൾ, വിശേഷങ്ങൾ ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ഒരു കടലാസിലൂടെ തിരിച്ചെത്തും. എനിക്കൊന്ന് ഈ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഈ തപാലെന്ന് പറയുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഒരു കഥ സൃഷ്ടിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാഹിത്യത്തിലാണേലും സിനിമയിലാണേലും ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ള എത്ര ഡ്രാമാറ്റിക് മൂമെൻറ്റുകളുണ്ട്. നമ്മൾ വളരെ തമാശയായിട്ട് പറയുന്ന, ഇപ്പം എനിക്ക് അത് കറക്റ്റാണെന്ന് അറിയത്തില്ല, ഇപ്പോൾ നാഴിക നേരത്തിൽ അല്ലെങ്കിൽ അതുപോലുള്ള സിനിമകളിലൊക്കെ ഈ മിലിറ്ററിയിൽ നിന്നൊക്കെ ഉള്ള കത്ത് വരുമ്പോഴാണ് ഈ ആൾക്കാരുടെ വിവരങ്ങൾ അറിയുന്നത്. ചില മരണ വിവരങ്ങൾ അറിയുന്നത് ടെലഗ്രാം വന്നിട്ട് നമ്മൾ ദൂരെ ഇരിക്കുന്ന ഒരാൾ മരിച്ചതറിയാം. അപ്പോൾ ഒരു ടെലഗ്രാം വരിക എന്ന് പറഞ്ഞാൽ ഒരു അപകടം വരുന്നതായിട്ടാണ് നമ്മൾ ഒരു കാലഘട്ടത്തിൽ തോന്നിയിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ടെലിഫോൺ വന്നപ്പോഴത്തേക്ക്, മൊബൈൽ ഫോൺ വന്നപ്പോഴത്തേക്ക് ഒരുപാട് നാടകീയത കുറഞ്ഞു പോയ പോലെയുണ്ട്. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കഥയ്ക്കകത്ത് അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കിയിരുന്ന ഒരു നാടകീയമായ രംഗങ്ങളിൽ ഈ മൊബൈൽ ഫോണിൻ്റെ വരവോടുകൂടി പലതും എളുപ്പമായി. അത് അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റത്തില്ല, കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഈ കഥകളുടെ നാടകീയത എന്ന് പറയുന്നത് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ഒരു കളിപ്പാട്ടത്തിൽ ആ സിനിമയെക്കാട്ടും എനിക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്നത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ എൻ്റെ ഒരു വിവാഹത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു റിലേഷനിൽ ഈ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം എനിക്ക് എങ്ങനെയൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചത് എന്നുള്ളത് തന്നെയാണ്. അപ്പം അകലെ ആയിരിക്കുമ്പോൾ സ്നേഹത്തിന്, പ്രണയത്തിന് ഒക്കെ കൂടുതൽ ആർദ്രവും മനോഹരവുമാകുന്നത് ഇത്തരത്തിലുള്ള ചില മൊമെൻറ്റുകളിലൂടെ ആയിരുന്നു എന്നുള്ളത് ഇപ്പം വളരെ ഈസിയായിട്ട് ആക്സസിബിൾ ആകുമ്പം എന്തുകൊണ്ട് നമ്മൾ പലപ്പോഴും ഞാൻ തോന്നിയിട്ടുണ്ട്, ചില സമയത്തൊക്കെ എഴുതാനായിട്ടൊക്കെ മാറിയിരുന്നിട്ട് വന്നിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ കുറേ അധികം സമയം കഴിയുമ്പോഴായിരിക്കും വീട്ടിലുള്ളവർ പോലും നമ്മളെ മനസ്സിലാക്കുന്നത്, നമ്മൾ വരുന്നത്. അപ്പോൾ ആ ഒരു കാത്തിരിപ്പില്ല, ഒന്നിനോടും ഒരു കാത്തിരിപ്പില്ലാത്ത ഒരു കാലമായിട്ട് വരുന്ന, അല്ലെ പലതിൻ്റെയും ഊഷ്മളത അല്ലെങ്കിൽ നനവ് നഷ്ടപ്പെട്ടതിൻ്റെ മുഖ്യമായ കാരണം കൂടുതൽ നമുക്ക് കാത്തിരിപ്പുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കുറേ ഭാഗം പൊന്നാനിയിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. പൊന്നാനിയുടെ ഒരു ബോട്ട് ജെട്ടി കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പൊന്നാനി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ അന്വേഷിച്ച് ചെന്ന് എത്തപ്പെടണമെന്ന് വിചാരിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്.